ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ചെല്ലാനം വോക്ക് എന്ന് സെർച്ച് ചെയ്താണ് ഇവിടെ എത്തിയത്. 6.5 കിലോമീറ്റർ ഇനിയും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളിവിടെ നിർത്തി. കാറും ബൈക്കും പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. എത്തിയ സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. 6:30 ആയപ്പോഴേക്കും തിരക്ക് കൂടാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോഴാണ് കൂടുതൽ ആളുകളും എത്തുന്നതെന്ന് മനസ്സിലായി. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസാണിത്. ഈവനിങ് ഹാങ് ഔട്ടിന് ഇത് സൂപ്പറാണ്. സൺസെറ്റ് വ്യൂ കാണാൻ ഇതിലേറെ മനോഹരമായ സ്ഥലം വേറെ ഉണ്ടോ എന്ന് പോലും തോന്നും. മീൻ പിടിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇത് നല്ലൊരു സ്പോട്ടാണ്. ഫോട്ടോസ് എടുക്കാനും റീൽസ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അടിപൊളി ലൊക്കേഷനാണ്. ഞങ്ങൾ ചെന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ആ വഴിയുടെ അവസാനത്തോളം ഞങ്ങൾ നടന്നു. വോക്ക് വേ തീർന്നതിന് ശേഷം വലിയ പാറക്കല്ലുകളാണ്. വോക്ക് വേയുടെ ഒരു സൈഡിൽ ടെട്രാപോഡ്സ് എന്ന കോൺക്രീറ്റ് കല്ലുകൾ വെച്ചിട്ടുണ്ട്. തിരമാലയുടെ ശക്തി കുറയ്ക്കാനാണ് ആ ടെട്രാപോഡ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കടലും സാധാരണ കല്ലുകളും തമ്മിലുള്ള അടുപ്പം നേരിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. കടൽ മുഴുവൻ കാണണമെങ്കിൽ ആ കല്ലുകളുടെ മുകളിലേക്ക് കയറണം. അവിടെ നിന്ന് നോക്കുമ്പോൾ കടൽ കൂടുതൽ മനോഹരമായി തോന്നും. ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത്, നമ്മൾ നടക്കുന്ന ഒരു വശത്ത് മുഴുവൻ കടലാണ്. ടെട്രാപോഡ്സിനപ്പുറമാണ് ഈ ഒരു കടൽ കാണുന്നത്. കടലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആകാശവും കടലും അവിടെ സൂര്യനും മാത്രമേ കാണുന്നുള്ളൂ. ചിലപ്പോൾ ചെറിയ ബോട്ടുകൾ നമുക്ക് കാണാം. അങ്ങറ്റത്ത് നമുക്ക് തീരെ ചെറുതായിട്ട് ബോട്ടുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബോട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കടൽ മാത്രം, അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. ഈ വോക്ക് വേ തീർന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും കുറേ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ബാക്കി പണി തീർക്കാൻ ഉള്ളതാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു നടക്കാനുള്ളൊരു പാത്തുണ്ട്. ആ വഴി നമ്മൾ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക്, അതായത് നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള ഒരു സൗകര്യം കണ്ടു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. മറ്റുള്ളവർ വെള്ളത്തിലിറങ്ങുന്നതൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളുണ്ട്. അതുപോലെ തന്നെ കടലകളൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ അതുവഴി വരുന്നുണ്ട്. ചെല്ലാനം വെറും ഒരു സ്ഥലമല്ല, ഒരു അനുഭവമാണ്. ഒരിക്കൽ ഇവിടെ വന്നാൽ വീണ്ടും വരാൻ തോന്നും. നിങ്ങൾ ഇതുവരെ ചെല്ലാനത്ത് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഇവിടെ തന്നെ പ്ലാൻ ചെയ്തോളൂ. വളരെ നല്ലൊരു സ്ഥലമാണ്.